മനുഷ്യ ശരീരത്തെ ബാധിക്കുന്ന നൂറുകണക്കിന് രോഗങ്ങൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുവാൻ കഴിയും. അനേക വിഷയങ്ങൾക്ക് വേണ്ടി നാം ഓടുകയും അധ്വാനിക്കുകയും നടക്കുകയും ചെയ്യുമ്പോൾ പലതിനും നാം ഉദ്ദേശിക്കുന്ന മറുപടികളോ രോഗസൗഖ്യമോ ലഭിക്കേണ്ട വണ്ണം ലഭിക്കുവാൻ കഴിയാതെ പലപ്പോഴും നാം രോഗികളായി തീരാറുണ്ട്, വൈദ്യന്മാരെ ആശ്രയിക്കാറുണ്ട്. എന്നാൽ ദൈവവചനം പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. മാത്രമല്ല, ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം: ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സൗഖ്യം വരുത്തുവാനും ഞാൻ അവരെ അയച്ചു. അതെ, യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ഭൂമിയിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് അയക്കുമ്പോൾ പ്രധാനമായ ഒരു ടാസ്ക് അവർ കൊടുത്തു: ദൈവരാജ്യം പ്രസംഗിക്കുക. 2, രോഗസൗഖ്യം വരുത്തുക. അതെ, ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് മക്കളും അവകാശികളും ദൈവത്തിൻ്റെ സാക്ഷികളുമാക്കി നിർത്തിയിരിക്കുമ്പോൾ, അതെ, നമ്മിൽ ഒരു പ്രത്യേക അധികാരവും രോഗസൗഖ്യവും ദൈവം രോഗസൗഖ്യം കൊടുക്കുവാനുമുള്ള ശക്തി നമ്മളിൽ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ആ ആത്മാവിൻ്റെ നിയോഗങ്ങൾ വേണ്ടും പോലെ ഉപയോഗിക്കുവാൻ നാം തയ്യാറാകണം. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 9-ാം വാക്യം: വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം, വേറൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തിയുടെ വരം. അതെ, ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. പലവിധ ആത്മീകമാകുന്ന ശുശ്രൂഷകൾ ദൈവം തൻ്റെ ഭക്തന്മാരെ ഏൽപ്പിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് രോഗികൾക്കായി പ്രാർത്ഥിക്കുകയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ സൗഖ്യം വരുത്തുവാൻ തക്കവണ്ണം ദൈവാത്മാവിൻ്റെ ശക്തിയാൽ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുക. ഇന്ന് നമ്മുടെയും ജീവിതത്തിൽ ദൈവരാജ്യം പ്രസംഗിക്കുക, രോഗികളെ സൗഖ്യമാക്കുക, ആത്മാവിൻ്റേതാകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവകൃപയിൽ നാം ശക്തരായിത്തീരുക. അതെ, ഇന്ന് നമുക്കതിന് കഴിയുന്നില്ല എങ്കിൽ നാം അതിലേക്ക് മടങ്ങി വരേണ്ടുന്നത് ആവശ്യമാണ്. കാരണം ദൈവവചനം പറയുന്നു: ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. അതെ, ഈ ആപത്തുകളൊന്നും നിന്നെ ബാധിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തിൽ സംഭവിക്കുകയില്ല. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.